കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ആ വണ്ടി ഓടിയ ട്രിപ്പിൻ്റെ ലാഭം എന്തായാലും അതിൻ്റെ അകത്തുള്ളൂ. ഞങ്ങളത് തൽക്കാലം ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മര്യാദ കാണിക്കാതെ വേണമെങ്കിൽ പോയി എടുക്കാം, അല്ലെങ്കിൽ ഒന്ന് പറയാം ഞങ്ങളത് എടുത്തോളാം എന്ന് പറയാം. ഇത് ഇല്ല, ഇവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ പോകുന്നുള്ളൂ. ഞങ്ങൾ ഈ വേസ്റ്റ് എറിഞ്ഞ സ്ഥലത്ത് തന്നെ നിൽപ്പുണ്ട്. നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കത് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളത് അങ്ങനെ തന്നെ ഒരു ബോട്ടിലാണ്, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ. അപ്പോൾ ഡ്രൈവറല്ല, ഗസ്റ്റുകളാണ്. അത് ഗസ്റ്റുകൾ എറിയാൻ പാടില്ല. അത് വണ്ടിക്ക് കയറുമ്പോഴേ ഗസ്റ്റുകളുടെ അടുത്ത് കൃത്യമായി പറയണം ഒരു സാധനം പുറത്തേക്ക് എറിയരുതെന്ന് പറഞ്ഞ് വേസ്റ്റ് ബിന്ന് നിങ്ങൾ വെച്ച് കൊടുക്കണം. ഇതിങ്ങനെ എറിയാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാവും. കാരണം ഗസ്റ്റുകളെയും ഈ സ്ഥലവും നിങ്ങൾക്ക് നാളെ വേണ്ടേ, നിങ്ങളുടെ വണ്ടികൾ ഇങ്ങോട്ട് ഓടണ്ടേ. ഈ സ്ഥലം നിങ്ങൾക്ക് വേണം. ഈ പ്രശ്നം നിങ്ങൾക്ക് നാളെ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇതിരിക്കണമെങ്കിൽ നാളെ നിങ്ങൾക്ക് ഗസ്റ്റിനെയും കിട്ടുള്ളൂ അല്ലേ. അപ്പം ഞങ്ങൾക്കിതൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഒരു വണ്ടിക്കാരൻ ഒരു ബോട്ടിൽ എറിഞ്ഞു, നാളെ വേറെ ബോട്ടിൽ എറിഞ്ഞു, ഇങ്ങനെ ഒരുപാട് ബോട്ടിലായി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ക്ലീൻ ചെയ്യാൻ ആരുമില്ല. അതാ പ്രശ്നം. ഇവിടെ ക്ലീൻ ചെയ്യാൻ ഗവൺമെൻറ്റൊന്നും വരുന്നൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ സൂക്ഷിച്ചേ പറ്റും. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കും. ഞങ്ങളിവിടെ നിൽപ്പുണ്ട്, ഒരു അരമണിക്കൂർ ഞങ്ങളിവിടെ നിൽക്കും. ശരി, ഞങ്ങൾക്ക് നിങ്ങളുടെ പൈസ കളയാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് വിളിച്ച് സംസാരിക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് നിങ്ങളുടെ പരാതി കൊടുത്തിട്ട് കിട്ടുന്ന 2000 രൂപ ഞങ്ങൾക്ക് വേണ്ട, അതുകൊണ്ടാണ്. ഇത് കൊടുത്താൽ 2000 രൂപ ഞങ്ങൾക്ക് കിട്ടും, അത് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് നിങ്ങളുടെ പൈസ കളയാൻ താല്പര്യമില്ല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ അടുത്ത ഗസ്റ്റ് ഇത് എറിയണതിന് മുമ്പ് നിങ്ങളുടെ ഡ്രൈവർ പറയും ഒരു സാധനം എങ്ങോട്ട് എറിയിരുന്ന് അയാൾ പറയാനുള്ള ഒരു കഴിവ് പുള്ളിക്ക് കിട്ടും. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞാൻ പറഞ്ഞത് ഞാൻ ഈ പ്രാവശ്യത്തേക്ക് എന്തിനാ ക്ഷമിക്കാൻ പറ്റുമോ ക്ഷമിക്കാന്ന് വെച്ചാൽ വേറെ ഒന്നല്ല. അവർക്ക് 10:30 ട്രെയിനാണ്. അവര് എത്താൻ ചിലപ്പോൾ അടിച്ചോണേ ഇരിക്കണം. 10:30 എവിടെ നിന്നുള്ളവരാ? അവര് ചെന്നൈ ടീമെന്ന് തോന്നുന്നു. ശരി ശരി, ചെന്നൈ ടീം ആണെങ്കിലും എവിടെ നിന്ന് വന്നവരാണെങ്കിലും ട്രെയിന് പോകുന്നവരാണെങ്കിലും ഫ്ലൈറ്റിന് പോകുന്നവരാണെങ്കിലും ഇവിടെ വേസ്റ്റ് എറിയാൻ പറ്റത്തില്ല. ഇത് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ 5000 രൂപ അവരുടെ നിന്ന് മേടിച്ച് നിങ്ങൾ കയ്യിൽ വെച്ചോളാം കേട്ടോ. എന്താ വെച്ചാൽ ഇനി 10 കിലോമീറ്റർ ആയിട്ടുണ്ടോ ഞാൻ വിളിച്ചോട്ടെ. ശരി ശരി.